മോദിയത് അയാൾ എന്ത് പുറത്തു കുടിക്കത്തക്കോടെ തൊട്ടുണ്ട് തേക്കിലുണ്ട് 2 ബാലുണ്ടല്ലോ മുടിന്റെ വാര് അതിന് വെട്ടിയിട്ട് അയാളെ നല്ലോണം ചവിട്ടത്ത് 4 പൂച്ചണം. എന്താ ചെയ്യാ, ഈ നാറ്റക്കോയത്തങ്ങൾക്ക് ഇപ്പൊ ഏറുന്നത് താഴോട്ട് ഇറങ്ങാൻ ഒരു വഴിയില്ല എന്നുള്ളതാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ തങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മുഹമ്മദ് നബിയുടെ പിന്മുറക്കാരാണല്ലോ. ആ ഒരു പേരും വെച്ചുകൊണ്ട് ആളുകളെ ഇങ്ങനെ ക്രൂശിക്കുന്നത്, ഇങ്ങനെ ചതിക്കുന്നത്, ഇങ്ങനെ പറ്റിക്കുന്നത് ശരിയാണോ? നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ കുറെ ഉണ്ടെന്ന് എനിക്കറിയാം. അവരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രീതിയിലാണോ നടന്നിരുന്നത്? ഈ രീതിയിലാണോ ജീവിച്ചത്? അല്ലല്ലോ. അദ്ദേഹം മരിക്കുന്ന സമയം വരെ ആളുകളെ സഹായിക്കരുള്ളൂ. 1 ഉറുപ്പിക ഇങ്ങോട്ട് വാങ്ങി ആ പണം കൊടുത്തിട്ടല്ല സഹായിച്ചിരുന്നത്. അധ്വാനിച്ച് ഉണ്ടാക്കുന്ന സമ്പത്തിൽ നിന്നാണ് ആളുകളെ സഹായിച്ചിട്ടുള്ളത്. ആദ്യം മനസ്സിലാക്കുക. തങ്ങളൊക്കെ ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിരന്തരമായിട്ട് ഇങ്ങനെ ആളുകളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കി ആ പൈസയിൽ നിന്നാണ് കുറച്ച് പൈസ ചെലവാക്കുന്നത്. എൻ്റെ കയ്യിൽ ആരോഗ്യവും ആയുസ്സും ഒക്കെ ഉള്ളവർക്ക് അതിനുണ്ടാക്കുന്ന പണം അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് ഒരുപാട് ആളുകളിൽ നിന്നും കയ്യിൽ നിന്ന് പൈസ ഒക്കെ വാങ്ങിയിട്ട്, അതും പിടിച്ച് പറിച്ച പോലെ വാങ്ങിയിട്ട് അതിൽ നിന്ന് 2 ആളെ കല്യാണം കഴിച്ച് അയച്ചു കൊടുക്കുന്നതിന് എന്ത് കാര്യമുള്ളത്? ഇതിനൊന്നും ഒരു കാര്യമില്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു കാര്യവുമില്ലാത്തൊരു കാര്യമാണ് ഈ നാറ്റക്കോയ തങ്ങളുടെ അവസ്ഥയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കാണാം. അദ്ദേഹത്തിനെതിരെ ഒരു ഉമ്മച്ചിക്ക് ഉണ്ടായ ഒരു അനുഭവം പറയുന്നതാണ്. ഒന്ന് കേട്ടോക്കാം. നബിന്റെ മക്കളും പേരക്കുട്ടികളും ആണെങ്കിൽ ആർക്കും ഹെൽപ്പ് ചെയ്യാനാ നമ്മൾ എന്തിനാ തേടുന്നത്? നബിനോട് പടച്ചോനെ എന്റെ പൊരുത്തപ്പെടണം റബ്ബെ ജയിൽക്ക് നബി റസൂലിനെ കൂടി നമ്മൾ തേടുന്നത് എന്തിനാ? നമുക്ക് അള്ളാഹും നബിയും പൊരുത്തപ്പെട്ട് തരാം അല്ലേ? പിന്നെ ഇയാൾ എത്തി ചെന്നിട്ട് ഇയാൾ 10,000 20,000 5,000 ആണെന്ന് പറഞ്ഞാൽ നീ പാവപ്പെട്ട ഞങ്ങളെപ്പോലത്തെ കൊടുക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ പറ്റില്ല. പിന്നെ പാവപ്പെട്ട ആളുകളോട് എനിക്ക് എന്താ ചോദിക്കാനുള്ള വെച്ചാൽ അങ്ങോട്ട് പോകേണ്ട കാര്യം എന്നുള്ളതാ. നബി പോലും പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനെ ആരാധിക്കാനാ, എന്നെ ആരാധിക്കരുത് എന്നുള്ളതാ. പിന്നെ അദ്ദേഹത്തിന്റെ മക്കളെ നിങ്ങൾ, അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യം പേറി നടക്കുന്ന ആളുകളെ നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത്? അപ്പൊ അത്രയേ ഉള്ളൂ. അതൊക്കെ ചിന്തിച്ചു കൊണ്ടൊക്കെ പ്രവർത്തിക്കുക. ഒരുപാട് ഉമ്മച്ചിമാരാണ് ഇതിൽ പോയിട്ട് പെട്ട് കിടക്കണത്. അവരൊക്കെ അത് എന്ന് മനസ്സിലാക്കാൻ സാധ്യത കുറവാ. ആ വീട്ടിലുള്ള ആളുകളോട് ആ ഖുർആനൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് പറയാ, ഇതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ഇല്ലട്ടാ എന്ന് ഉമ്മ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ മാറുമായിരിക്കാം. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലത്. 9ാമത്തെ ടോക്കൺ തന്നു. അയാൾ ഉള്ളിലേക്ക് വിളിച്ചു ചെന്നു. ഞാനും അയാളും എരിയത്ത് കുത്തുന്നു. കുറേ ഞാൻ പറഞ്ഞു ഇങ്ങനെ സുഖമില്ലായിട്ട് പോകുന്നതാണ്, പിന്നെ കുറേ ആശുപത്രിക്ക് പോയി ഇഞ്ച തുണക്കാരത്തി ഇവിടെ പറഞ്ഞിട്ട് പോകുന്നതാണ് പറഞ്ഞു. അയാൾ ജവാബും കബൂലും മുണ്ടിൽ അയാൾ കുറേ ഞാൻ ഇരുന്ന് അയാളിട്ട് ഇരുന്ന്. അപ്പൊ അയാൾ ഈ ഒരു പാത്രത്തിൽ കുറേ സ്വർണം കൊണ്ടുവന്ന് ആരോ വെച്ചിക്കണേ. അപ്പൊ അയാൾ ആ സ്വർണം ഇങ്ങനെ ഓരോ ആൾക്ക് എടുത്ത് കൊടുക്കുക. ഒരു മൂല്യ തന്തണ്ട് അയാൾക്ക് എടുത്തോട്ട് എന്നാൽ അത് എത്ര മുതലുണ്ട് നോക്കുക, എത്ര വളമുണ്ട് നോക്ക്, എത്ര കമ്മലുണ്ട് നോക്ക്, എത്ര പാസറുണ്ട് നോക്ക്. അങ്ങനെ പറഞ്ഞ നോക്കില്ല. കുറേ ഞാൻ ഇരുന്നപ്പോ ആള് പറഞ്ഞു, ഗൂഗിൾക്ക് പൈസ ഇട്ട് തരണം, ഇന്നാലേ നോക്കുള്ളൂ, 10,000 10,000 ഞാൻ അവിടെ നോക്കുള്ളൂ, ഇല്ലെങ്കിൽ ഈ പാത്രത്തിൽ വല്ല സ്വർണ്ണം ഇടണം എന്നാണ്. ഇഞ്ചത്തെ ഇടാല്ലേ, ഇനി സ്വർണ്ണം ഇടല്ല, ഇഞ്ചത്തെ പൈസ ഇടാല്ലേ. ഞാൻ അങ്ങനെ തന്നെ നീച്ചു പോന്ന് പുറത്തിരുന്നു. സ്വർണം കണ്ടപ്പോ കണ്ണ് മഞ്ഞളിച്ചു പോയിട്ട് ഇങ്ങനെ ഇരുന്ന് നാറ്റക്കോയ എന്നാണ് താത്ത പറയണത്. ഈ ഉമ്മച്ചിക്കേണ്ട അനുഭവമാണ്. അവിടെ കാത്തിരുന്ന് ക്യൂ നിന്ന് എത്രയോ ദൂരം സഞ്ചരിച്ച് അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിനെ കാണാൻ കിട്ടിയ അവസരത്തിൽ എൻ്റെ അസുഖത്തെ കുറിച്ച് പറയണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോൾ ആള് മൈൻഡ് ചെയ്യണില്ല. 100 രൂപ അവരുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അതവിടെ വെച്ചപ്പോൾ അതിലേ നോക്കിയിട്ട് ഇവരെ ഒന്ന് അളന്നിട്ട് പറയാ, ഗൂഗിൾ പേയിലേക്ക് ഒരു 10,000 രൂപ കെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ചികിത്സിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത്. ആദ്യം ഈ ഉമ്മച്ചിയോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് പോവരുത്. നിങ്ങൾക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും ഡോക്ടറെ കാണുക. അത് അങ്ങനെ തന്നെയല്ല എല്ലാ ഇടങ്ങളിലും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അത് അതുപോലെ തന്നെ ചെയ്യുക. അല്ലാതെ ഇദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് എന്ത് മാറ്റി തരും എന്ന് നിങ്ങൾ ധരിക്കുന്നേ? ഇയാൾക്ക് നേരവണ്ണം ഖുറാൻ പോലും ഓതാൻ അറിയില്ല. ഈ ഖുറാൻ ഓതിക്കൊണ്ടല്ലേ എന്തെങ്കിലും പ്രാർത്ഥന നടത്തേണ്ടത്? നിങ്ങളെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോലും അയാൾക്ക് കഴിയില്ല. നിങ്ങൾക്ക് ആ ഒരു കഴിവുണ്ടാവും, ഖുറാൻ ഓതാനുള്ള ഒരു കഴിവുണ്ടാവും. നിങ്ങൾ അത് വീട്ടിൽ നിന്നും ചെയ്യുക. എന്നിട്ട് താൻ പാതി ദൈവം പാതി എന്നുള്ളതാ. ആ താൻ പാതി എന്നുള്ളതിൽ ആശുപത്രി കാണിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് പോവല്ല. കൃത്യമായിട്ട് ഇദ്ദേഹം തങ്ങളാണോ എന്ന് ഇനി കണ്ടെത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഓരോ ദിവസവും മുഹമ്മദ് നബിയെ നാണം കെടുത്തുന്ന രീതിയിലാണ് ആള് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ശരിയായ ഒരു നടപടിയൊന്നുമല്ല. അത് കണ്ടെത്തേണ്ടത് ഇവിടെയുള്ള വിശ്വാസികളായിട്ടുള്ള മുസ്ലിങ്ങളാണ്. നിങ്ങളാണ് കണ്ടെത്തേണ്ടത്. ഇങ്ങനെയുള്ള ആളുകളെ വളർത്തിയെടുത്തിട്ട് ആ മതത്തിനെ അവഹേളിക്കുന്നത് ശരിയാണെന്ന് നിങ്ങളാണ് കണ്ടെത്തേണ്ടത്. പിന്നെ ഗവൺമെന്റ്, പോലീസുകാർ, അവർ മറ്റുള്ള കാര്യങ്ങളും കണ്ടെത്തണം. ഇവിടെ എന്ത് ചികിത്സ നടക്കുന്നു, ഇങ്ങനെയുള്ള ചികിത്സ നടത്താൻ ഇയാൾക്ക് എന്ത് ലൈസൻസ് ഉണ്ട്, അത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നടക്കണം. ഇവിടെ പോലീസിൽ പരാതിപ്പെട്ടപ്പോൾ പോലീസുകാർ പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സാമുദായിക വിഷയമാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് സംസാരിക്കാൻ ഒരു പ്രയാസമുണ്ട് എന്ന് പോലീസുകാർ പോലും പറയുന്ന അവസ്ഥ വന്നെങ്കിൽ അത് വലിയൊരു അപകടമാണ്. ഈ അപകടത്തെ മാറ്റിമറക്കാൻ സമസ്തക്ക് കൊണ്ട് കഴിയും. പാണക്കാട് തങ്ങളെ കൊണ്ട് കഴിയും.
ഇവർ ഏത് രീതിയിലാണ് ഈ ഒരു തങ്ങൾ സമുദായത്തിൽ വരുന്നത് എന്ന് ഒന്ന് കണ്ടെത്തേണ്ടത് അനിവാര്യം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആധാർ കാർഡൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, അതുകൊണ്ട് പറഞ്ഞതാ. അയാൾ കുറച്ച് കഴിഞ്ഞൂടെ പോയിത്താൽ എല്ലാ പെണ്ണുങ്ങളെ ഇടയിൽ കൂടി അയാൾ നടക്കുന്നുണ്ട്. അപ്പൊ അയാൾ നല്ലൊരു തങ്ങളാണെങ്കിൽ ഒരു പെണ്ണുങ്ങളെ എരിയത്തേക്ക് ഒരു പെണ്ണുങ്ങളെ മോറ് കാണാൻ ഒരു പെണ്ണുങ്ങളോട് അഭിപ്രായം പറയാനുമില്ല. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പറയാം, അപ്പുറത്ത് പാലുണ്ട് ഊതാൻ പൈസ വേണം, ഇപ്പുറത്ത് തേനുണ്ട് ഊതാൻ പൈസ വേണം, അപ്പുറത്ത് വെള്ളമുണ്ട് ഊതാൻ പൈസ വേണം എന്നെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ ഊതിയില്ല. അങ്ങനെ കൊടിമരത്തുമ വന്നുകാട് ഞാൻ അവിടെ പിടിച്ച് 50 ഉറുപ്പിയിട്ട് സലാത്തൊക്കെ ചൊല്ലി ഫാത്തിഹ സൂറത്ത് ഓതി ഞാൻ പോന്നു. എന്റെ പൊന്നുമ്മച്ചി, ആ ഫാത്തിഹ നിങ്ങൾ ഓതി എന്ന് പറയുന്നില്ലേ, അത് നിങ്ങൾക്കേ അറിയുള്ളൂ, അയാൾക്ക് അറിയില്ല. അത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ കൊടിമരം പിടിച്ച് പ്രാർത്ഥിച്ച് അതിൽ പൈസ ഇട്ടു. എത്ര വലിയ തെറ്റാ ചെയ്തത്. മതപരമായി നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു വലിയ തെറ്റ് അവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശരിയാണ്, നിങ്ങൾ വളരെ വൈകാരികമായിട്ട് നിങ്ങൾക്കുണ്ടായ ദുരനുഭവത്തെ കുറിച്ച് പുറത്തേക്ക് പറഞ്ഞു. അത് നിങ്ങൾ കുറച്ച് ഓവറായി സംസാരിച്ചു. അത് പല ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പല ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ മുത്തുമണികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. മുത്തുമണികൾ നിങ്ങൾക്കെതിരെ കമന്റ് ഇട്ടു. ഇപ്പോഴും ഒരുപാട് മുത്തുമണികളാവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പാവപ്പെട്ട പ്രായമായ ആളുകളുണ്ട്. ഞാൻ ഈ വീഡിയോകളൊക്കെ കണ്ട് പരിശോധിച്ചപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയതും ഇത് തന്നെയാണ്. 40 കഴിഞ്ഞ് അങ്ങോട്ടുള്ള സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഇയാളുടെ വലയിൽ പെട്ട് കിടക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് മാറ്റാൻ കഴിയുന്ന ഒരു അസുഖം മറ്റൊരാൾ പ്രാർത്ഥിച്ചുകൊണ്ട് മാറ്റേണ്ട കാര്യമില്ല. അത് നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ ഒരിക്കലും പ്രാർത്ഥന കൊണ്ടൊരു അസുഖവും മാറ്റാൻ കഴിയില്ല. ഒരു സമാധാനം കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ. ആ സമാധാനം കൊണ്ട് നിങ്ങളൊരു ഡോക്ടറെ കാണിച്ച ആ ഡോക്ടറെ അടുത്ത് നിന്നും കൃത്യമായിട്ട് അതിനുള്ള മെഡിസിനും കാര്യങ്ങളും വാങ്ങി കഴിച്ചത് മാറ്റുക. അതിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനെയുള്ള ആറ്റക്കോയ തങ്ങന്മാരുടെ അടുത്തൊന്നും പോയിട്ട് ഉള്ള സമയം കളയലുള്ള പൈസയും കളയരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇല്ല, ഇത് ചെന്ന് കണ്ടപ്പോ തന്നെ അത്താഴ് പറഞ്ഞ ഗൂഗിൾ പേ എനിക്ക് 5000 10,000 ഇട്ടാലേ ഞാൻ നോക്കുള്ളൂ, ഇവിടെ പൈസ ഉണ്ടെങ്കിലേ ഞാൻ നോക്കുള്ളൂ, 500 500 1000 ഞാൻ നോക്കൂല, അല്ലെങ്കിൽ വല്ല കാലത്തെ കമ്മലയോ മാലയോ മോതിരോ ബാളയോ കൊടുന്നാലേ നോക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വിഷമായി. എന്തുകൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളുടെ പാവപ്പെട്ട ആൾക്കാരെ കണ്ണീര് കാണാത്ത എന്ത് ഉസ്താദാന്നാ ഞാൻ പറഞ്ഞത്. ഒരു മോര്യാരായി, ഒരു ഉസ്താദായി, ഒരു ഡോക്ടർമാരായി നമ്മൾ ഡോക്ടർമാർ നമ്മളെ ദീനം നോക്കിയിട്ട് ഒരു പീസ് എത്രയെന്ന് പറഞ്ഞിട്ട് പീസ് തരാല്ല ഡോക്ടറെ, ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടാണ് അയാൾ പറയാം ഞാൻ നോക്കൂല എന്നൊരു ഡോക്ടർ പറയില്ല. യഥാർത്ഥ ഒരു പണ്ഡിതനാണെങ്കിൽ, തങ്ങൾ കുടുംബത്തിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, ഒരിക്കലും നബിയുടെ ആ ഒരു പാത പിന്തുടർന്ന ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ പിടിച്ചു പറക്കില്ല. അത് ഉറപ്പാണോ? ഒരിക്കലും പിടിച്ചു പറക്കില്ല. യതീമായ കുറച്ച് കുട്ടികളെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ കല്യാണം കഴിച്ച് അയക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാനോ ആണെങ്കിൽ പോലും ഒരിക്കലും ഇല്ലാത്തവന്റെ കയ്യിൽ നിന്ന് കഴുത്ത് പിടിച്ച് വാങ്ങിയിട്ടല്ല അത് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിയായ നടപടിയല്ല, അതൊരു വലിയ തെറ്റ് തന്നെയാണ്. അത് ഇദ്ദേഹം പറയുന്ന ആ ഒരു മതത്തിനെ അവഹേളിക്കൽ തന്നെയാണ്. അതിലൊരു തർക്കവും വേണ്ട. പൈസ ഇല്ലെങ്കിൽ ചെയ്യില്ല. ആളെന്താ പറഞ്ഞാൽ ആരെ കയ്യിൽ നിന്നും പൈസ വാങ്ങാറില്ല, ഞാൻ ചോദിച്ചു വാങ്ങാറില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ അതൊക്കെ പൊളിച്ചടക്കപ്പെടുകയാണ് ഓരോ ദിവസവും. ഇനിയും പൊളിച്ചടക്കപ്പെടും. ഇനിയും ആളുകൾ രംഗത്ത് വരും. ഒരുപാട് ആളുകൾ ഈ ഒരു റമദാൻ മാസം കഴിഞ്ഞതിന് ശേഷം വരും. കണ്ടോളൂ, നിങ്ങൾ കാണാൻ കിടക്കുന്നുള്ളൂ. ഈ ആറ്റക്കോയ തങ്ങൾ എന്ന് പറയുന്ന ആള് ഒരുപാട് ആളുകളെ ചതിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എത്ര ആളുകൾക്ക് ഇയാളെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ഉസ്താദുമാർ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ, ഈ സമസ്തക്ക് ഇതിൽ ഇടപെടൽ നടത്താൻ കഴിയില്ലേ? എന്തിനാണ് ഈ ഒരു മതത്തെ അവഹേളിക്കുന്നത്, സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കണ്ണടച്ച് ഇരുട്ടാക്കിക്കൊണ്ട് നിൽക്കുന്നത്? ഇതിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വരിക തന്നെയാണ് വേണ്ടത്. ഇപ്പൊ നിങ്ങൾ വിശ്വസിക്കുന്ന, അതായത് സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ പിന്മുറക്കാരായിട്ടുള്ള തങ്ങളാണ് എന്ന് തന്നെ കൂട്ടുക. അയാൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ആ ഒരു നബിയോട് തന്നെ ചെയ്യുന്ന ചതിയായിട്ട് നിങ്ങൾക്ക് തോന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇയാളെ നിഷ്പക്ഷമായി സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെ. പറഞ്ഞു ഫോണിക്ക് മൂല്യമാരെ എന്തിനാ മോറ് കാട്ടി. ഈ കേരളത്തിൽ അനവധി പെണ്ണുങ്ങളും തട്ടം മോറ് മറക്കാതെ നടക്കുന്ന ഓരൊക്കെ മോറുകൾ മറപ്പിച്ച് ഞാൻ മോറ് മറച്ചോഞ്ച തര മറച്ചോഞ്ച മുടി കാട്ടിയോ അത് ഇഞ്ച കവർക്ക് ഞാൻ പോണ്. നിങ്ങളൊരാളെ വീട്ടിലും വന്ന് നിങ്ങളൊരാളോട് പൈസ ചോദിച്ചിട്ടും നിങ്ങളൊരാളെ എത്തുമ്പോൾ പിച്ചക്കേർക്കാൻ വന്നിട്ട് നിങ്ങളൊക്കെ മോറ് ഞാൻ കാട്ടിയിട്ടില്ലല്ലോ. തീർച്ചയായിട്ടും ഇല്ല. അവർക്കുണ്ടായ അനുഭവം അവർ പുറത്തേക്ക് പറഞ്ഞു. ആ മുഖം കാണിക്കുന്ന ഒരു വിഷയമാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഉമ്മ പറഞ്ഞ കറക്റ്റല്ലേ? എത്ര ആളുകളുണ്ട് ഈ മുഖം മറക്കാതെ? മുഖം മറക്കൽ മാത്രമല്ല, വളരെ മോശപ്പെട്ട രീതിയിൽ നമുക്ക് കാണുമ്പോൾ തന്നെ എന്താണ് അവരിങ്ങനെ നടക്കുന്നത് എന്ന് തോന്നുന്ന കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? അവരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്? ഇല്ലല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് മിണ്ടാത്തിടത്തോളം കാലം ഉമ്മക്കുണ്ടായ ഒരു ദുരനുഭവത്തെ ഈ രീതിയിൽ അടിച്ചമർത്തപ്പെടുന്നത് ശരിയാണോ? ശരിയല്ല. അത് അത്ര തന്നെ. ഹലോ, അസ്സലാമു അലൈക്കും ചങ്കാളെ. നിങ്ങൾക്കൊരു രസം കേൾക്കണം. മാണിക്ക കലായഞ്ച പൊങ്കലാളെ. ഞാൻ ശ്വാസം മുട്ടിയിട്ട് ഞാൻ പോകാനൊരു വാക്കില്ല ഡോക്ടർമാരെടുത്ത്. അതിന്റെ തുണക്കാറ്റ് പറഞ്ഞ അമിതാക്ക അങ്ങനെ ഒരു പിന്നെ തങ്ങളുണ്ട് പാണ്ടിക്കാട്. എന്താ അയാളെ പേരൊന്നും അറിയില്ല. ആ തങ്ങൾ പങ്കടെ കേടിയും കിട്ട തങ്ങള് പാണ്ടിക്കാട് പിന്നെ മേലെ കൊടക്കാട്.
അതിൽ അവിടെ ചെന്ന് ആറ്റക്കോയത്തങ്ങളാണ് ബലമാണിക്ക കല്യാളേ വല്ലാത്തൊരു ആറ്റക്കോയത്തങ്ങളായി അതിന്റെ അയാൾ അന്ത കുത്തുന്നൊക്കെ കൊടിന്റെ മുകളിൽ കാക്കച്ചിയാളല്ല തന്ത കുത്തുന്ന ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് വഹി കിട്ടി എന്ത് തന്റെ കലയായക്ക് വഹി കിട്ടിയത്. പിന്നെ അയാള് പറഞ്ഞു എല്ലാ മൂല്യന്മാരും പിന്നെ വാട്സാപ്പിലുണ്ട്, പിന്നെ യൂട്യൂബിലുണ്ട്, ഓർക്ക് പൈസ കിട്ടാനാ എല്ലാ മൂല്യന്മാരും യൂട്യൂബിലുണ്ടായിരുന്നു. അയാൾക്കെന്താ പെണ്ണുങ്ങളെ കിട്ടാനാ യൂട്യൂബിലുണ്ട്. അയാൾ കാണുന്ന ആൾക്കാരോടൊക്കെ അയാളെ പിന്നെ ഇത് കൊടുക്കുക, ഏത് കവർ കൊടുക്കുക, തേൻ കൊടുക്കുക, പാല് കൊടുക്കുക, പിന്നെ അയാള് പിന്നെ വെള്ളം ഊതി കൊടുക്കുക, പിന്നെ അയാള് എല്ലാവർക്കും പൈസ ഇടാൻ അയാളെ ഫോണിന്റെ ഇത് കൊടുക്കുന്നത്. അപ്പൊ എന്റെ പേരുണ്ടല്ലോ ഇയാൾ ഈ 100 റുപ്യരെ കജ്ജ് പൊടിച്ചിട്ട് 100 റുപ്യമൊക്കെ നോക്കും, ഇന്റെ മുഖത്തേക്ക് നോക്കും. അപ്പൊ ഇന്നെ പറ്റ അയാൾ ചെറിയ പക്കറ്റല്ലോ. ഞാൻ പറഞ്ഞു ഉസ്താദെ തങ്ങൾ ഉസ്താദെ അങ്ങനെ ശ്വാസം മുട്ടിയിട്ട് ഒരുപാട് സ്ഥലത്ത് പോയി മാറായിട്ട് പോകുന്നതാണ് ഞാൻ. അയാൾ ആ ഭാഗത്തൊക്കെ കൊഞ്ചിന്റെ പൈസ ഒക്കെ നോക്കും. അവസാനം അയാളവിടെ ഒരു പാത്രത്തിലുണ്ട് കുറച്ച് പൊന്ന് കാണുക. അത് വേറെ ചങ്ങായി എത്തുന്ന ഇതെത്ര മാലുണ്ട് നോക്കിയാ, ഇതെത്ര കമ്മലുണ്ട്, ഇഞ്ഞും കമ്മലുണ്ട്, ഇഞ്ഞും മാലുണ്ട്, ഇഞ്ഞും മോതിരണ്ട്. ആ വാണി മാത്രം ഞാൻ കുറെ കുത്തുന്നുകാട് ഞാൻ താന്തറപാടില്ലാത്ത ഏത് താണ്ടാത്ത നോക്കുണ്ടായ മനസ്സിലാവോ തങ്ങളല്ല. ഞാനൊരു കാര്യം പറയാം. അതായത് ഇസ്ലാം മതത്തിൽ ആചാരങ്ങളില്ല, അത് ആദ്യം മനസ്സിലാക്കുക. അതായത് ഒരു കൊടിമരം വെക്കുന്ന, കൊടിമരത്തിലേക്ക് പൈസ ഇടുന്നു, അത് പ്രാർത്ഥിക്കുന്നത് അതൊരു ആചാരമാണോ? അങ്ങനെ ഒരു ആചാരം ഇസ്ലാം മതത്തിലില്ല. ആചാരങ്ങളല്ല, പ്രാർത്ഥനകളാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള വളരെ നിർബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ സാമ്പത്തികം ഉണ്ട് എങ്കിൽ അതിൽ നിന്നൊരു ഒരു ചെറിയ ഭാഗം കൊടുക്കുക എന്നുള്ള കാര്യമാണ്. അത് കൊടുക്കുക തന്നെ ചെയ്യുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്. അതൊരിക്കലും പിടിച്ചു പറിക്കാൻ പാടില്ല, അല്ലെ? ഇപ്പൊ പിടിച്ചുപറി വേറെ രീതിയിൽ നടക്കുന്നുണ്ട്. നിർബന്ധമായിട്ടും കൊടുക്കേണ്ട പൈസ എന്ന രീതിയിലുള്ള പിരിവുകൾ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. തങ്ങൾ കുടുംബത്തിലുള്ള ഒരാൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അത് 100% ഞാൻ അടിവരയിട്ട് പറയുന്നു. അതൊരു തെറ്റായ കാര്യമാണ്. അത് അദ്ദേഹത്തിന് തന്നെ അറിയാം. 2 കൊല്ലം കൊണ്ടാണ് ആളെന്ത് പഠിക്കുന്നത്, 2 കൊല്ലം മുമ്പാണ് ആളെന്ത് പഠിക്കുന്നത്, ഖുറാൻ വരെ പഠിക്കുന്നത്. ഒരു തങ്ങൾ കുടുംബത്തിൽ ജനിച്ച ഒരു മനുഷ്യൻ നിർബന്ധമായിട്ട് അയാളുടെ ചെറുപ്പത്തിൽ മദ്രസയിൽ പോയിട്ടുണ്ടാവും, മദ്രസയിൽ നിന്ന് അത് പഠിച്ചിട്ടുണ്ടാവും. അത് ചെയ്യുക തന്നെ. പക്ഷെ ഇവിടെ അദ്ദേഹത്തിന് ഒരു തേങ്ങാക്കോലി അറിയില്ല. ആളുകളെ പറ്റിച്ച് പൈസ പോക്കറ്റിലേക്ക് എത്തിക്കുക, സ്വർണം കാണുമ്പോൾ കണ്ണ് മഞ്ഞളിക്കുക, അതൊന്നല്ല തങ്ങള്. അത് ആദ്യം മനസ്സിലാക്കുക കേട്ടോ. എൻ്റെ ഉമ്മച്ചിമാരോട് മാത്രം എനിക്ക് പറയാനുള്ളത്, നിങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പോയിട്ട് പെട്ട് കിടക്കുന്നത്. പണം ഇടാൻ പാടില്ലാത്ത ഒരു സ്ഥലത്ത് പണം വിടരുത്. പിന്നെ നിങ്ങൾക്ക് അസുഖമുണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കാണിക്കുക. ആധുനിക ചികിത്സാ രീതിയുടെ അപ്പുറത്തേക്ക് ഒന്നും വരില്ല. അത് ആദ്യം മനസ്സിലാക്കുക. പ്രാർത്ഥിച്ചോളൂ. പ്രാർത്ഥന കൊണ്ട് ഒരു അസുഖവും മാറ്റാൻ കഴിയില്ല. പ്രാർത്ഥന കൊണ്ട് സമാധാനം കിട്ടും. ആ സമാധാന സമയത്ത് പോയിട്ട് ഡോക്ടറെ കാണിച്ച അസുഖം മാറും. ഇത്രേ പറയുന്നുള്ളൂ. ഒരു പനിയുള്ള ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് കൊടുക്കുക, എന്നിട്ട് പറയാ ഇത് പനി മാറാനുള്ള ഒരു മരുന്നാണ്, ഇത് കുടിച്ചാൽ നിർബന്ധമായും പനി മാറും. ഈ ഒരു കോൺഫിഡൻറ്റോട് കൂടിയിട്ട് അത് കൊടുക്കുമ്പോൾ, ആ കോൺഫിഡൻറ്റോട് കൂടിയിട്ട് അത് കുടിക്കുമ്പോൾ അസുഖം മാറും. പനിക്ക് പച്ചവെള്ളം പോലും മരുന്നാവുന്നുണ്ട്. അത് ആ സ്നേഹവും കരുതലും പ്രാർത്ഥനയും കൊണ്ടും കൂടി കിട്ടുന്നതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ചതിക്കപ്പെടാതിരിക്കുക, നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. ആ ഒരു മുസ്ലിം മതത്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്, ഇസ്ലാം മതത്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പറയുന്നു. ഖുറാനെ ആരാധിക്കാം, അള്ളാഹുവിനെ ആരാധിക്കാം. ഒരിക്കലും നബിയെയും നബിയുടെ കുടുംബത്തെയും ആരാധിക്കാൻ പാടില്ല. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾ കുഴിയിൽ പെടുന്നത്. കൂടുതലായിട്ടൊന്നും പറയേണ്ടതായിട്ടില്ലല്ലോ. വരും, എവിഡൻസും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നമുക്ക് വീണ്ടും വരാം പുതിയ വാർത്താവിശേഷങ്ങളുമായി. അതൊരു സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.